നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൈപ്പൂയം. നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ശ്രീ മുരുകൻ ഇറങ്ങി വരുന്ന, നമ്മളെ ഓരോരുത്തരെയും കാണാനായി ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും ശക്തിയാർന്ന ദിവസം. ഇന്ന് ഈ ഒരു തൈപ്പൂയം നാള്, ഈ ഒരു ദിവസം തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചാൽ അത് മുരുക ഭഗവാൻ വന്നുവെന്നും അനുഗ്രഹിച്ചുവെന്നും ഉള്ളതിൻ്റെ ലക്ഷണമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. ആ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല കാലം പിറക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ. ഈ ഒരു തൈപ്പൂയ ദിനത്തിൽ, ഈ ഒരു തൈപ്പൂയ നാളിൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്നൊന്നായിട്ട് പറയാം, ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഈ ഒരു തൈപ്പൂയ ദിവസം ഉറങ്ങുന്ന സമയത്ത്, പകൽ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തോ മരിച്ചുപോയവരെ സ്വപ്നം കാണുക എന്നുള്ളതാണ്. തൈപ്പൂയ ദിവസം ഇത്തരത്തിൽ മൺമറഞ്ഞു പോയ നമ്മളുടെ പൂർവികരെ ആരെയെങ്കിലും സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത്. ഈ ഒരു ദിവസം അത്തരത്തിൽ സ്വപ്നം കാണുന്നത് നമുക്ക് പിതൃപ്രീതി ഉണ്ടെന്നും പിതൃക്കന്മാരുടെ അനുഗ്രഹമുണ്ടെന്നും നമുക്ക് വരാൻ പോകുന്ന കാലം ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ആണെന്നുമാണ് ആ ലക്ഷണം സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ബന്ധുമിത്രാദികളാകാം, നിങ്ങളുടെ പൂർവികരാകാം, അങ്ങനെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മൺമറഞ്ഞു പോയ ആരെയെങ്കിലും ഇന്നത്തെ ദിവസം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, ഏറ്റവും ഐശ്വര്യമാണ്, ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണവും സ്വപ്നമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു സ്വപ്നമാണിത്. സംഭവം മറ്റൊന്നുമല്ല, നിങ്ങൾ സാക്ഷാൽ മുരുകനെ സ്വപ്നം കാണുക എന്ന് പറയുന്നതാണ്. ഇതിന് സ്വപ്ന ദർശനം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു തൈപ്പൂയ നാളിൽ, അതായത് ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തോ മുരുകനെ നിങ്ങൾ കാണുകയാണ്. മുരുകൻ നിങ്ങളോട് സംസാരിക്കുന്നതായോ, ഭഗവാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായോ, അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതായോ, അങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാനെ സ്വപ്നം കാണുന്നത് ഭഗവാൻ നേരിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചതിന് തുല്യമായിട്ടാണ് കരുതപ്പെടുന്നത്. നിങ്ങൾ ആരെങ്കിലും മുരുകനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുരുകനെ മാത്രമല്ല കേട്ടോ, വേൽ സ്വപ്നം കാണുന്നത്, മയിലിനെ സ്വപ്നം കാണുന്നത്, ഭഗവാന്റെ ക്ഷേത്രം സ്വപ്നം കാണുന്നത്, ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചതിൻ്റെ ലക്ഷണമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അപൂർവമാണ്, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ്. ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതം വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ്. സൗഭാഗ്യങ്ങൾ വന്ന് നിറയും എന്നാണ് പറയുന്നത്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും അതിഥികൾ വരികയും അവർ നിങ്ങൾക്ക് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ, അതായത് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു തൈപ്പൂയ ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട്, പറഞ്ഞു വെച്ച് കൊണ്ടുവരുന്നതൊന്നും അല്ല കേട്ടോ, വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ അല്ലെങ്കിൽ അതിഥികൾ, ബന്ധുമിത്രാദികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വരികയും അവർ വരുന്ന സമയത്ത് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഉപഹാരമായി കൊണ്ടുവന്ന് നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു വലിയ നിമിത്തമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യവും ദുഃഖവും തീർന്ന് ജീവിതത്തിൽ സമൃദ്ധി വരാൻ പോകുന്നതിൻ്റെ ഒന്നാം നമ്പർ ലക്ഷണമാണെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇന്നത്തെ ദിവസം അതിഥികൾ വരികയും ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭസൂചനയാണ്, ഭഗവത് കൃപയുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലും പറമ്പിലും പതിവിലും കൂടുതൽ ചെടികൾ ഇന്നത്തെ ദിവസം
പൂത്തുലയും എന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് പൂക്കാതെ നിന്ന ചെടികൾ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പൂക്കൾ ഇന്ന് വിരിയും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലും മുറ്റത്തുമൊക്കെ ഒന്ന് നോക്കണേ. ആർക്കെങ്കിലും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഭാഗ്യമാണെന്ന് പറയണേ. ഏറ്റവും ഐശ്വര്യമാണ്. വീട്ടിലും മുറ്റത്തും ഒക്കെ നിൽക്കുന്ന ചെടികളൊക്കെ പതിവിലും കൂടുതൽ, എല്ലാ ദിവസത്തേക്കാൾ കൂടുതൽ പൂവിട്ട് നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി, ഭഗവാനെ സ്വീകരിക്കാൻ ആ വീട് ഒരുങ്ങിയിരിക്കുന്നു. ഭഗവാൻ വരും, ഭഗവാൻ ആ വീടിനെ അനുഗ്രഹിക്കാൻ എത്തുമെന്ന് പ്രകൃതി കാണിച്ചു തരുന്ന ലക്ഷണമാണ്. ഇത് കണ്ടാൽ ഉറപ്പിച്ചോളൂ, ഭഗവാൻ എത്തും, നിങ്ങളെ അനുഗ്രഹിക്കും. ആ വീട് എല്ലാ ഐശ്വര്യത്താലും രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും നമ്പർ 1 ലക്ഷണമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇതാണ് അടുത്ത ലക്ഷണം. അതുപോലെ തന്നെ ഈ പൂക്കളോടൊപ്പം ധാരാളം ചിത്രശലഭങ്ങളെയും വീട്ടിൽ കാണാൻ സാധിക്കും. അതും അതീവ ശുഭകരമായിട്ട് തന്നെ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇതും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുണ്ടാകുന്നതാണ്. എല്ലാവർക്കും എല്ലാ വീട്ടിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ലക്ഷണം എന്ന് പറയുന്നത് മയിലിൻ്റെ കടന്നുവരവാണ്. മയിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ശ്രീ മുരുകൻ്റെ വാഹനമാണ്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് മയിലുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പറമ്പിലോ മുറ്റത്തോ വീടിൻ്റെ ചുറ്റുവട്ടത്തോ നിങ്ങൾക്ക് മയിലിനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. മയിലിനെ എല്ലാ ദിവസവും എല്ലാ വീട്ടിലും ഒന്നും കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ ഒരു തൈപ്പൂയ ദിവസം ഭഗവാന്റെ സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ഗൃഹത്തിലുള്ള ഈ ഒരു ദിവസം മയിലിനെ വീട്ടിലോ പരിസരത്തോ കാണാൻ സാധിച്ചാൽ അതിൽ പരമൊരു പുണ്യം, അതിൽ പരമൊരു ഐശ്വര്യം വേറെ വരാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും മയിലിനെ കണ്ടു കഴിഞ്ഞാൽ ആട്ടിപ്പായിക്കാനോ ഓടിക്കാനോ ഒന്നും നിൽക്കരുത്. നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, ഭഗവാൻ ഉള്ളിടത്തേ മയിൽ വരികയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കുക. ഈ ഒരു ലക്ഷണം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏറ്റവും ഭാഗ്യമാണത്, അതിൽ പരമൊരു ഐശ്വര്യം വേറെ വരാനില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം മക്കളെക്കുറിച്ചുള്ള ചില സന്തോഷ വാർത്തകൾ അച്ഛനമ്മമാർക്ക് കേൾക്കാൻ ഇടയാകും എന്നുള്ളതാണ്. മുരുകപ്രീതിയുള്ള ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ അച്ഛനമ്മമാർക്ക്, അതായത് മാതാപിതാക്കൾക്ക് തൻ്റെ മകനെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ മകളെക്കുറിച്ച് ചില സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഒന്നുകിൽ കുഞ്ഞുങ്ങൾ വിളിച്ച് നിങ്ങളോട് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അഭിമാനകരമാകുന്ന, മക്കളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാനും സന്തോഷിക്കാനും കഴിയുന്ന എന്തെങ്കിലും വാർത്തകൾ, ജോലിപരമായിട്ടോ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടോ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സന്തോഷ മുഹൂർത്തമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നടന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത മക്കൾ വിളിച്ച് അല്ലെങ്കിൽ മക്കൾ വന്ന് അച്ഛനമ്മമാരോട് പറയും. അത് ഏറ്റവും നല്ലതാണ്. മുരുകൻ്റെ വരവാന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെ മക്കൾ വന്ന് എന്തെങ്കിലും ഒരു സന്തോഷം പങ്കിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർ മനസ്സിലാക്കുക, അത് ഏറ്റവും ഭാഗ്യമാണ്. മക്കൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ആ കുടുംബത്തിന് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന സമയത്ത് കുയിലിൻ്റെ നാദം കേട്ടുകൊണ്ട്, കുയിലിൻ്റെ കൂവൽ കേട്ടുകൊണ്ട് ഉണരുക എന്ന് പറയുന്നതാണ്. ചിലപ്പോൾ ഉണർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുമായിരിക്കും, പക്ഷേ വെളുപ്പിനെ ചിലപ്പം ബ്രാഹ്മമുഹൂർത്തത്തിലോ അതല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തോ ഇത്തരത്തിൽ കുയിലിൻ്റെ നാദം കേട്ട് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. കുറച്ചു നേരം കുയിൽ കൂവുന്നതായിട്ട് കേൾക്കുക. ഒന്നുകിൽ നിങ്ങൾ അപ്പം തന്നെ എഴുന്നേറ്റ് ജീവിതത്തിലേക്ക്, ദിവസത്തേക്ക് കടക്കും, അതല്ല പിന്നീട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വെളുപ്പാങ്കാലത്ത് പ്രത്യേകിച്ച് ആ ഒരു ബ്രാഹ്മമുഹൂർത്ത സമയത്ത് കുയിലിൻ്റെ നാദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യമാണ്, ഏറ്റവും ശുഭലക്ഷണമാണ്. ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ്. അതുപോലെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഭസ്മഗന്ധം അനുഭവപ്പെടുന്നതും ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ചിലപ്പം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അവിടെ ഒന്നും ഭസ്മം ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് ഭസ്മം വെച്ച് മണം കിട്ടുന്നതല്ല, ഭസ്മം ഒന്നും അവിടെ എങ്ങും ഇല്ല. നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ തഴുകിപ്പോകുന്ന കാറ്റിന് ഭസ്മഗന്ധം അനുഭവപ്പെടുന്നത് ഏറ്റവും വിശേഷമെന്നാണ് പറയുന്നത്. ഭസ്മപ്രിയനാണ് സാക്ഷാൽ മുരുകൻ എന്ന് പറയുന്നത്. ഈ തൈപ്പൂയ നാളിൽ നിലവിളക്ക് തെളിയിക്കുമ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ തഴുകുന്ന കാറ്റിന് ഭസ്മഗന്ധം അനുഭവപ്പെടുന്നത് ഭഗവത് സാന്നിധ്യത്തിൻ്റെ, ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ 1-ാം നമ്പർ ലക്ഷണമായിട്ടാണ്
കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷണം കണ്ടാലും ഏറ്റവും ശുഭമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത്, ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ശകുനമായിട്ട് കോഴിയെ കാണുന്നത്, ഭഗവാന്റെ കൊടിയടയാളം എന്ന് പറയുന്നത് കോഴിയാണ്, പൂവൻ കോഴിയാണ്. അപ്പം നമ്മൾ എവിടേക്കെങ്കിലും ഒരിടത്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശകുനം കാണുന്നത് ഒരു പൂവൻ കോഴിയാണ്, ഒരു കോഴിയാണ് എന്നുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമാണ്. ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് ആ ശകുനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ഭാഗ്യശകുനമായിട്ട് കൂട്ടുക. ഈ തൈപ്പൂയം കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന ഏതെങ്കിലും പണം അല്ലെങ്കിൽ കിട്ടാതെ ഒരുപാട് കാലമായിട്ട് ലഭിക്കാതിരുന്ന വകയിൽ ഏതെങ്കിലും ധനം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നത്, ചിലപ്പം വാങ്ങിച്ചിട്ട് ഒരുപാട് കാലമായിട്ട് തിരിച്ചു കിട്ടാത്ത പണം, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് കിട്ടാതിരുന്ന ശമ്പളം, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ശ്രമിച്ചിട്ട് ലഭിക്കാതെ പോയ ധനം, ഇതൊക്കെ ഇന്നത്തെ ദിവസം ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരികയോ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയോ ഇന്ന് ലഭിക്കുകയോ ചെയ്യുന്നതും ഏറ്റവും ശുഭകര ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ധനം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭഗവത് കൃപയാണ്. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തിനുള്ള വഴി ഭഗവാനായിട്ട് തുറന്നു തരും. ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും നിങ്ങൾ ആഗ്രഹിച്ചതിലും വലിയ രീതിയിൽ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ആ ഒരു ലക്ഷണം കൂടെ എല്ലാവരും മനസ്സിലാക്കുക. ഏറ്റവും ശുഭകരമാണിത്. അപ്പം ഞാനിവിടെ 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്ന് രാത്രി തീരും മുമ്പ് കണ്ടാൽ അത് ഭഗവത് കൃപയുടെ, മുരുക കൃപയുടെ 1-ാം നമ്പർ ലക്ഷണമായിട്ട് മനസ്സിലാക്കുക. ജീവിതം എല്ലാം കൊണ്ടും നന്നായി വരുന്നതായിരിക്കും. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശ്രീ മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തൈപ്പൂയ ദിനാശംസകൾ. ഓം വജദ്ഭുവേ നമഃ.